ഒന്ന് ലിഫ്റ്റ് തരുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കൊണ്ടുപോകാതിരുന്നിട്ടുണ്ട്. അവരെന്തായിരുന്നു പറഞ്ഞത്? വണ്ടിയിൽ ഫുൾ ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന വഴി പോകുന്ന ആളാണ്, അതുവഴിയൊന്നും അല്ല പോകുന്നത് പറഞ്ഞ് ഒഴിവാക്കിയ വ്യക്തികളുണ്ട്. ആ വാശിയിൽ ഞാനൊരു കാർ എടുത്തു. സ്വന്തമായിട്ട് എൻ്റെ ഏർണിങ്സിൽ ഞാനൊരു കാർ എടുത്തു. അപ്പം എനിക്ക് മനസ്സിലായി, ആ ഒരു കാറ് വന്നപ്പം ഇല്ലാത്ത ബന്ധങ്ങളൊക്കെ വന്നു, കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ വന്നു. പിന്നീട് എൻ്റെ അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് എനിക്ക് അമൃത എന്ന് പറയുമ്പോൾ 10 പേരെങ്കിലും അറിയണം. 100 പേരെ എടുക്കുകയാണെങ്കിൽ അത് 10 പേർക്കെങ്കിലും അമൃത അറിയണം എന്നുള്ളത്. അതുപോലെ അത്ര നല്ല ക്യാരക്ടർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ചെറിയ ചെറിയ ക്യാരക്ടറിലൂടെയാണ് വന്നത്. പക്ഷെ ഇപ്പം അമൃത എന്ന് പറഞ്ഞാൽ 10 പേർക്ക് അറിയാം. അതിലെനിക്ക് അഭിമാനമുണ്ട്. എവിടെ പോയാലും അമൃതയുടെ അമ്മയാണല്ലേ, ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എൻ്റെ അമ്മയ്ക്ക് കിട്ടും. ഇപ്പൊ അമ്മു തന്നെ പറഞ്ഞു, പൈസ ഇല്ലെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും ഇല്ല. ശരിക്കും ഇത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? പിന്നില്ലാണ്ട്. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് തുടക്കുക, എനിക്ക് ഫിനാൻഷ്യലായിട്ട് ഒന്നുമില്ല, സാമ്പത്തികപരമായിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല. വാടക വീടാണ്, റെന്റ് ഹൗസ് ആണ്, എല്ലാ കാര്യങ്ങളും നോക്കണം. നമുക്ക് ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഏറ്റവും വലിയ ചെലവ്, ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ചെലവെന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ്യൂമാണ്, നമ്മൾ തന്നെ എടുക്കണം, നമ്മൾ തന്നെ സ്വന്തമായിട്ട് എടുക്കണം. ആ സമയത്ത് എനിക്കൊന്ന് കൊളാബൊക്കെ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. കൊളാബൊക്കെ ഇപ്പൊ 2-3 വർഷം ആഫ്റ്റർ കോവിഡിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ക്യാരക്ടർ അനുസരിച്ച്, നമ്മൾ റിച്ച് ക്യാരക്ടർ ആണെങ്കിൽ ആ ക്യാരക്ടർ അനുസരിച്ച് നമ്മൾ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം. മേക്കപ്പിന്റെ സാധനങ്ങൾ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഇതൊക്കെ ഞാൻ പല സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടുണ്ട്, എനിക്കൊന്ന് മേക്കപ്പിൻ്റെ സാധനങ്ങൾ തരാമോ, പറഞ്ഞു തരാമോ, എനിക്ക് കോസ്റ്റ്യൂം ഡ്രസ്സ് തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇട്ടതാണെങ്കിലും മതി, തരുമോയെന്ന് ചോദിച്ചിട്ടുണ്ട്. അന്നും തരാത്ത ആളുകളുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ നമുക്ക് സാമ്പത്തികപരമായിട്ടുണ്ടെങ്കിൽ, നമുക്ക് അവരുടെ ഡ്രസ്സോ അവരുടെ ആക്സസറീസ് അവർ എന്ത് വെള്ളം തരും. കാരണം നശിച്ചു പോയാൽ തന്നെ അവൾക്ക് തിരിച്ച് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കും. അതേപോലെയാണ് പല കാര്യങ്ങളും, പല സിറ്റുവേഷനിലും പൈസയ്ക്ക് പൈസ തന്നെ വേണം. പൈസ ഉണ്ടെങ്കിൽ എല്ലാ ബന്ധങ്ങളും ഉണ്ടാവുമോ? ഇല്ലാത്ത എന്ത് ബന്ധങ്ങളും ഉണ്ടാവും, കുടുംബക്കാരുൾപ്പെടെ. തീർച്ചയായിട്ടും. ഞങ്ങളടുത്ത് ഇപ്പൊ ആരൊക്കെയോ എവിടുന്നൊക്കെയോ ബന്ധങ്ങളാണ്. എന്നെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാറില്ല, അമ്മയായിട്ട് കോണ്ടാക്ട് ചെയ്ത് വരും. എവിടെന്നെങ്കിലും കാണും, പറയും ഞങ്ങൾ ഇന്ന ആളുടെ ഇന്ന ബന്ധുക്കാരാ, അമ്മൂൻ്റെ ഒക്കെ പറ്റി ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ട്, അവളുടെ എല്ലാ പ്രോഗ്രാംസും കാണും, നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്, അത് കാണും എന്നൊക്കെ പറയും. അപ്പം ഇത്രയും കാലം ഈ ഒരു 2-3 വർഷം, ഇപ്പൊ ഞാൻ ഇച്ചിരിയും കൂടെ ഒന്ന് ഹൈപ്പായത് 2-3 വർഷത്തിനകത്താണ്. അതുവരെ പോലും ഒരു ബന്ധുക്കളും എൻ്റെ വീട്ടിൽ ഞാൻ വന്ന് അങ്ങനെ കണ്ടിട്ടില്ല. 1-2 പേരെ ഒഴിച്ച് ആരും വിളിക്കണം ഞാൻ കണ്ടിട്ടില്ല. അവരുടെ ഒരു ഫംഗ്ഷന് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തതെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. പക്ഷെ ഇപ്പം ഇല്ലാത്ത ബന്ധങ്ങളൊക്കെ വന്നു. ശരിക്കും ഇപ്പം ലോകം അറിയുന്ന ഒരു അമ്മുവായിട്ടിരിക്കുന്നു. ഇപ്പോഴും പൈസയുടെ ബുദ്ധിമുട്ടുകളുണ്ടോ അമ്മു? ശരിക്കും ഫിനാൻഷ്യൽ ആയിട്ട് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് വർക്കുണ്ട്, വളരെ നല്ല വർക്കുണ്ട്. നമ്മുടെ പുതിയ വിശേഷം പറയട്ടെ, നമ്മുടെ അജിൻ്റെയൊക്കെ നമ്മുടെ ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ, നമ്മുടെ ഒരു ഫാമിലി ആകാൻ പോകും. അതെ, നമ്മളൊരു പുതിയ വർക്ക്, നല്ല അടിപൊളി ഒരു വർക്ക് വരുന്നുണ്ട്. കൗമുദിയിലെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് നായികയായിട്ടൊരു പുതിയ വർക്ക് വരുന്നുണ്ട്. ഏഷ്യാനെറ്റ് ചെയ്യുന്നുണ്ട്. നല്ല നല്ല വർക്കുകൾ തേടി വരുന്നുണ്ട്. അപ്പം അതിനർത്ഥം എനിക്ക് ഒരിക്കലും പട്ടിണി കിടക്കില്ല. ലൈഫിൽ എനിക്ക് അമ്മൂനെ ഏറ്റവും ഇഷ്ടം എന്നാന്ന് വെച്ചാൽ, എത്ര ഉയർന്നാലും എത്ര ഫെയിം ആണെങ്കിലും വന്ന വഴി മറന്നിട്ടില്ല കേട്ടോ. പറയാൻ ഒരു മടിയുമില്ല. ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം പത്തനാപുരം പുന്നലയാണ്, ഒരു കാട്ടുപ്രദേശമാണ് കേട്ടോ. എനിക്ക് അവിടുത്തെ ഒരു വീട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഓടിട്ട വീടായിരുന്നു. അപ്പൊ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നത്. മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പുറത്തു പോകത്തില്ല, ആ രീതിയിൽ അകത്ത് വരും. പക്ഷെ ഞങ്ങൾ അതിനകത്താണ് ഇത്രയും വർഷം, അതായത് ഈ 24-25 വർഷം ആ വീട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എനിക്ക് വീട് വെക്കണം എന്നൊരാഗ്രഹവും, അതെന്റെ സ്വന്തം നാട്ടില് ഞങ്ങളെക്കുറിച്ച് മോശവും നല്ലതും പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ തന്നെ എനിക്കൊരു വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. അവിടെ തന്നെ ഞാനൊരു വീട് വെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ വീടെല്ലാം ഉടനെ തന്നെ ഗംഭീരമാകട്ടെ. എൻ്റെ വർക്കുകളൊക്കെ, ഈ വർക്ക് ചെയ്ത പൈസയിൽ നിന്ന് ആദ്യം മേടിച്ചൊരു സാധനം എന്തായിരിക്കും? ഞാൻ ഗോൾഡ് വാങ്ങിച്ചു എൻ്റെ സ്വന്തം സേവിങ്സിൽ നിന്ന്. ഞാൻ പണ്ടൊക്കെ എൻ്റെ കൂട്ടുകാരികൾ വളയും മാലയും കൊലുസൊക്കെ ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ടുണ്ട്, ഇത് സ്വർണ്ണമാണോ, ഇത് പൊട്ടത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു ചേച്ചിയുടെ ഒരു കാലി കിടക്കുന്ന കൊലുസ് ഞാൻ ഊരി വാങ്ങിച്ച് ഇട്ട് നോക്കിയിട്ടുണ്ട്. അന്നാണ് ഞാൻ സ്വർണ്ണം ആദ്യമായിട്ട് ഇടുന്നത്. ഒരു 10ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ആ ടൈമിലെന്തോ അന്നാണ് ആദ്യമായിട്ട് ഞാൻ സ്വർണ്ണം കാണുന്നത്, എൻ്റെ ഓർമ്മയിൽ വെച്ച് ഞാൻ നോക്കുന്നത്. അമ്മ, ഒരുപാട് ആളുകൾ ഇന്ന് പ്രണയിക്കുന്നുണ്ട്, പക്ഷെ ആ പ്രണയം പലതും സിൻസിയർ ആണോ എന്ന് വരെ നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അമ്മു പ്രണയത്തിനെ കാണുന്നത് എങ്ങനെയാണ്? ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുക, രണ്ടുപേർക്കും പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് അതിനെക്കുറിച്ച് തീരുമാനിക്കാവൂ. പെട്ടെന്ന് ഒരാളെ കണ്ട് 1 മാസം കൊണ്ട് കണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കുറേ സംസാരിച്ച് അങ്ങനെ ആയിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ ഒന്ന് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അത് ഞാൻ പറയാണ്ട് തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി മനസ്സിലാക്കണം. എൻ്റെ കയ്യിൽ
പൈസ തന്ന് സഹായിക്കണോ അങ്ങനൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ മെന്റൽ സപ്പോർട്ട് നമുക്ക് എപ്പോഴും തരുന്നൊരു വ്യക്തിയായിരിക്കണം. എനിക്ക് എന്ത് വിഷമങ്ങളും ചെന്ന് പറയാൻ പറ്റുന്ന അത്രയും വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇതിനെല്ലാം അപ്പുറമാണ് ഈ പറഞ്ഞ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. പരസ്പരം മനസ്സിലാക്കാതെ എന്ത് നമ്മൾ എത്രമാത്രം സ്നേഹിച്ചാലും ഒരു കാര്യമില്ല. പിന്നെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കതൊരു അറിയണം. ആ വ്യക്തി, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത് അത് എനിക്ക് മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, നിനക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമൃതയ്ക്ക് ഒരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ പ്രണയമായിരിക്കും അത്? എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല. ഞാൻ പറഞ്ഞു നേരത്തെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നം എൻ്റെ ലൈഫിൽ ഉണ്ടായത് കൊണ്ട് നല്ലൊരു വ്യക്തി വരും എല്ലാം കൊണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഉടനെ ഒന്നും ഇല്ല, ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞ ഒരു കല്യാണം. പക്ഷെ ആരെ കണ്ണടച്ച് വിശ്വസിക്കാമോ? എനിക്കറിയത്തില്ല. നമ്മുടെ ഈ കാലത്ത് നമ്മൾ ആരെ വിശ്വസിക്കണം എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. പുറമേ കാണുമ്പോൾ എല്ലാവരും നല്ല വ്യക്തികളാണ്, എല്ലാവരും പാവങ്ങളാ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാവരും പാവങ്ങളാ. എൻ്റെ അടുത്ത് പലരും പറയാം അവരെ വിശ്വസിക്കില്ല, അവർ കൊള്ളില്ല. പക്ഷെ എനിക്കറിയത്തില്ല. ഞാൻ നേരിൽ കാണുമ്പോൾ ഇപ്പൊ അജിൻ എന്ത് നല്ല വ്യക്തിയാ. പക്ഷെ അജിനെ കുറിച്ച് പേഴ്സണലി അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും ഇപ്പൊ അമ്മു പറഞ്ഞപ്പം തന്നെ ഇപ്പൊ അമ്മു ഞാനും ഉള്ള ഒരു ഫോട്ടോ തന്നെ അമ്മു ഒന്ന് സ്റ്റോറി കിട്ടാ, നീ എന്തിനാ അവനോട് ഫോട്ടോ എടുക്കുന്നേ? പക്ഷെ അമ്മുവിന് എന്നെ അടുത്തറിഞ്ഞിടത്തോളം നല്ലൊരു വ്യക്തിയാണ്. ഓക്കെ. അപ്പം നമുക്കൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമ്മൾ അന്നൊരു വൈറലായ ഒരു വീഡിയോ ഉണ്ടല്ലോ. അപ്പൊ അതിൽ പല പ്രാവശ്യം പലരും ചോദിച്ചിട്ടുണ്ട് അജിന്റെ അടുത്ത് ആ ഒരു ഇൻസിഡന്റ് പറയേണ്ട കാര്യം എന്താണ്. പക്ഷെ അത് പലരും ചോദിച്ചിരുന്നു. എനിക്ക് അജിനായിട്ട് ഒരു മോശം ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ കണ്ടതിന് വെച്ച് നല്ലൊരു വ്യക്തിയാണ്. നമ്മൾ അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇപ്പഴെന്താണ് കാണുന്നത്. തീർച്ചയായിട്ടും. അപ്പം എന്താ പറയാ, അങ്ങനെ ചില ആളുകളെ ഉള്ളൂ പറയുന്നവർ പറഞ്ഞോട്ടെ. ഇവരാരും ചെലവിന് കൊണ്ട് തരുന്നുണ്ടോ? ആരും ഇല്ല. ഈ കൂടെ നിന്നും പണി തരുന്ന സുഹൃത്തുക്കളോട് ഈ നിമിഷം എന്തോ പറയാനുള്ളേ? അവര് ഇതെന്താ പ്രശ്നം, അവരെനിക്ക് കൂടുതൽ പണി തരുന്ന അല്ലെങ്കിൽ അവളെ എങ്ങനെ നശിപ്പിക്കാനും ചിന്തിക്കുമ്പോൾ അവരുടെ സമയമാണ് പോകുന്നത്. അവരുടെ ലൈഫിൽ ഏറ്റവും നല്ല മൊമെന്റ്സ് ആണ് അവർ കളയുന്നത്. എങ്ങനെ നശിപ്പിക്കുക, ഏത് വഴി കൂടെ അവളെ തള്ളിയിടാന്ന്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഞാൻ രക്ഷപ്പെട്ട് ഒരു സൈഡിൽ കൂടെ പോവാണ്. ഈ പറയുന്ന ആൾക്കാർ എപ്പോഴും താന്ന് പോവാണ്. സ്വന്തം കാര്യം നോക്കിയിരിക്കുക. പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ അവർ കിടന്ന് പറയട്ടെ. അമൃത, എല്ലാരും ഒന്ന് സോപ്പിട്ട് നിന്ന് കഴിഞ്ഞാല് നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ പറ്റും. അങ്ങനെയാണ് എല്ലാവരും നിൽക്കുന്നത്. 99.9% എനിക്ക് അവരിൽ നിന്ന് കിട്ടുമോ, അല്ലെങ്കിൽ അവരെന്നെ അടുത്ത വർക്കിൽ സജസ്റ്റ് ചെയ്യുമോ, ഞാൻ ഇവരുമായിട്ട് കൂടെ നിന്നാലേ എനിക്ക് കൂടുതൽ ഇനോഗ്രേഷൻ കിട്ടത്തുള്ളൂ, എനിക്ക് കൂടുതൽ പബ്ലിസിറ്റി കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരാണ് 99% ഇപ്പം ഉള്ളത്. ഈ സോപ്പ് മസ്കി വിട്ട് നിന്ന് കഴിഞ്ഞാൽ അവസരങ്ങൾ കിട്ടുമോ? എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ അവസരങ്ങൾ കിട്ടുന്നു കേക്കട്ടെ. എന്റെ വർക്ക് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ അവൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിക്കുന്ന ഒരു കൊച്ചാണ്, കറക്റ്റ് സമയത്ത് പറഞ്ഞ ലൊക്കേഷനിൽ വരും, പിന്നെ വലിയ ഡെയിലി അങ്ങനെ ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ഒന്നും വാങ്ങിക്കണില്ല, ട്രിവാൻഡ്രംകാരി തന്നെയാണ്. അപ്പൊ നോക്കുമ്പോൾ അവർക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി. ഈ സോപ്പ് ഇടുന്ന പരിപാടി നമ്മുടെ ലൈഫിൽ ഇല്ല. ഞാൻ അങ്ങനെ ഒരാളെയും സോപ്പ് ഇടുകയോ അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല. എനിക്ക് അതിനെ കുറിച്ചുള്ള രീതിയിൽ ഒന്നും അറിയത്തില്ല. എനിക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. എനിക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഇപ്പൊ അമൃത ഞങ്ങൾ പുതിയൊരു വർക്ക് തുടങ്ങുകയാണ്, അമൃതയുടെ ഫോട്ടോ കാസ്റ്റ് ചെയ്യാണ്, അമൃതയുടെ പേയ്മെന്റ് അങ്ങനെ എന്ന് പറയാ, അത്രയും അതുവരെ ഓക്കെയാ ചേട്ടാ, ഞാൻ ഓക്കെയാണ്, ക്യാരക്ടർ പറയും ഓക്കെ. വേറെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ചേട്ടാ ഞാൻ ആ ടൈപ്പ് ഉള്ള ഒരാളാണ്. എനിക്ക് മലയാളത്തിൽ നിന്നൊന്നും വന്നിട്ടില്ല. എനിക്ക് തമിഴ് കാസ്റ്റ് ചെയ്തപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറുപടികൾ എന്തുവായിരുന്നു? എനിക്ക് താല്പര്യമില്ല, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അവര് പറഞ്ഞപ്പം വേറെയും നിങ്ങൾക്കറിയാവുന്ന മലയാളത്തിൽ നിന്ന് പല ആൾക്കാരും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ അങ്ങനെ ഒരാളല്ല ഇന്നും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത്. ഇപ്പൊ എനിക്ക് അങ്ങനെ വലിയ ലക്ഷറി ലൈഫൊക്കെ വേണമെന്നുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴേ വേറെ പല രീതിയിൽ കൂടെ പോകുമായിരുന്നു, കോടികൾ ഉണ്ടാക്കായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷെ ആ വാടക വീടാണെങ്കിലും ഒരു രാത്രി ഉറങ്ങാൻ സമാധാനമായിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാം. ഇനി മുന്നോട്ടുള്ള ലൈഫിൽ എന്തൊക്കെയാണ് ആഗ്രഹങ്ങളും പ്ലാനുകളും ഒക്കെ? ഒരു വീട്, അതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഉടനെ സംഭവിക്കട്ടെ. എന്റെ ഇന്റർവ്യൂ കഴിയുന്നവരെല്ലാം നല്ല നല്ല ഉയർച്ചയിലോട്ടേ പോകത്തുള്ളൂ. അപ്പൊ നല്ലൊരു വീട് ഉണ്ടാവട്ടെ. ഇനി എന്തുവാ, അനിയനെ ഒന്ന് സേഫ് ആക്കണം. അനിയൻ ഓൾമോസ്റ്റ് സേഫ് ആണ്. അവൻ കേറിപ്പോയി, പിന്നെ അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ഇന്ന് അമ്മയ്ക്ക് മോളെ പറ്റി അഭിമാനം ഉണ്ടോ? എന്റെ മോൾ ആക്ട്രസ് ആണെന്ന് പറയുമ്പോ തീർച്ചയായിട്ടും അമ്മ അഭിനയിക്കും. അപ്പം പിന്നെ അമൃതയുടെ അമ്മയാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്താണ് സ്നേഹം കരുതലും ഉണ്ടല്ലോ. ഇവനൊരു ഹോസ്പിറ്റൽ, അമ്മയ്ക്ക് സർജറി ഉണ്ടായിരുന്നു, യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് എൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് അമ്മയെ കൊണ്ടുപോയത്. തല കറങ്ങി വീണ് അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് കൊണ്ടുപോയതാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴും അമൃതയുടെ അമ്മയാണെന്ന് പറഞ്ഞ ഒരു പ്രത്യേകം കെയറിങ്ങും ഡോക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ അഭിമാനിക്കില്ല. എൻ്റെ മോളുടെ പേരിൽ എനിക്കും കുറച്ച് കിട്ടുന്നു. വേറെ ഒന്നും വേണ്ട, ഒരു നല്ല 2 വാക്ക് പറഞ്ഞാൽ മതി. വേറെ നമുക്ക് പൈസ വേറെ ഒരു കാര്യം വേണം. അമൃതയുടെ അമ്മയിലായിരിക്കും
ഇവിടെ വന്നാൽ അമൃതയുടെ അമ്മയിൽ ഇരിക്കും. അങ്ങനെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. അത് മതി. സാധാരണ അമ്മമാരാണ് മക്കളെ അഭിനയത്തിലോട്ട് വിടുന്നത്. ഇത് അമ്മുവാണ് അമ്മയെ അഭിനയത്തിലോട്ട് കൊണ്ടുവന്നത്, ശരിയാണോ? അങ്ങനെ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. അമ്മ ഫസ്റ്റിലെ ചെറുതായിട്ട് ചെയ്യുമായിരുന്നു. ചെയ്യുമായിരുന്നോ? പിന്നെ എനിക്ക് അങ്ങനെ അമ്മ ഭയങ്കര അഭിനയിക്കണം എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മയുടെ സന്തോഷം. അമ്മ എന്നാലും ഒരു ഭാഗ്യമല്ലേ, ഒരു ലൊക്കേഷനിൽ ചെന്ന് കാറേന്ന് ഇറങ്ങുമ്പോൾ അഭിനയിക്കുന്ന രണ്ടുപേര് ആരൊക്കെയാ? അമ്മയും മോളും മോളും. അല്ലേ? അതെ. അത് റേറുവാന്ന് തോന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അമ്മു മുന്നോട്ടുള്ള യാത്രയിലും ജീവിതത്തിലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സിനിമകളിലോട്ട് ഒരു വരവ് ഉടനെ ഉണ്ടായിരിക്കുമോ? അതെനിക്ക് അറിയത്തില്ല. ഞാൻ അതിനു വേണ്ടി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ല. ഓക്കെ. മീൻസ് നേരത്തെ ഞാൻ പറഞ്ഞു ചേട്ടാ, നമ്മളിപ്പോൾ ഒരു സിനിമയിൽ എത്തണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയാണ്, കുറെ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ സാമ്പത്തികപരമായി എല്ലാം കൊണ്ട് എനിക്ക് സെറ്റിൽഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കൊച്ചി വരാം, എനിക്ക് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാം, എനിക്ക് ഈ പറഞ്ഞ പോലെ അതിന്റെ പുറകെ നടക്കാം. പക്ഷെ എനിക്ക് അതിനുള്ള സമയമില്ല. ഞാൻ ഇവിടെ വന്നാൽ എന്റെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നോക്കും? എനിക്ക് വേറെ വരുമാനം ഇൻകം ഇല്ലല്ലോ.